നീ ട്രെയിനിങ് ക്യാമ്പിൽ നിന്ന് ചാടിപ്പോന്നതാണോടി? നാളെ ഞായറാഴ്ച. പിന്നെ ഞങ്ങള് കേരള പോലീസിലെ ചുളക്കുട്ടികൾക്ക് ലീവ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ചൊവ്വാഴ്ച വെളുപ്പിന് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. ട്രെയിനിങ് പീരീഡില് അങ്ങനെ ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത്ര മണിക്കൂർ കൃത്യമായിട്ട് ട്രെയിനിങ് എടുത്തിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ആ പറഞ്ഞത് ശരിയാവാനാണ് വഴി. ലീവ് എടുക്കുന്നതിനനുസരിച്ച് കൂടുതൽ മണിക്കൂർ നീ വർക്ക് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ട്രെയിനിങ് തീരാൻ താമസിക്കും. നീ എന്തിനാ ഇവളെ ഇങ്ങനെ പോലീസ് മുറിയിൽ ചോദ്യം ചെയ്യുന്നേ? ഇവളിപ്പോ ഇങ്ങോട്ട് വന്ന് കേറിയതല്ലേ ഉള്ളൂ. എന്നാൽ ഈ രാത്രിയിൽ നീ തനിച്ചു വന്നതിന്റെ ടെൻഷനേ ഉള്ളൂ. ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അബിയെ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടായിരുന്നല്ലോ. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. ഏത് അസമയത്തായാലും ഒരുത്തനും എന്നെ തൊടില്ല. തൊടാൻ വരുന്നവനെ കൈകാര്യം ചെയ്യാൻ ഞാൻ പഠിച്ചു. ഇവളെ പോലൊരു തൊട്ടാവാടി ഇത്രയും മാറിയെങ്കിൽ ഇന്ത്യയിലെ പെണ്ണുങ്ങൾക്ക് മുഴുവനും പോലീസ് ട്രെയിനിങ് കൊടുക്കണം. എന്നാലേ ഈ നാട് നന്നാവും. നിമിഷം മുതൽ ആകാശേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ബോൾഡാവുക. ഒരുപാട് വേദനയുടെ കുട്ടിക്കാലം മുതൽ ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടു നടന്ന ഈ സ്നേഹം ഇന്നിവിടെ ഉപേക്ഷിക്കാം. നാളെ ആകാശേട്ടൻ എന്നോട് സംസാരിക്കാൻ വന്നാൽ എനിക്ക് അകൽച്ച കാണിക്കാൻ പറ്റുമോ? ആകാശേട്ടനെ അകറ്റാൻ എന്റെ മനസ്സ് പറയുന്നുണ്ടെങ്കിലും മനസ്സ് പിടിവിട്ട് പോകുമോ എന്ന് ഒരു പേടി. ആകാശേട്ടൻ വരൂന്ന് കേട്ടപ്പോ തുടങ്ങിയ ആലോചന. അയ്യോ മോളെ അതിരെ, നീ ഇതിപ്പോ ഒന്നു. ഞാനിപ്പോ വന്നതേ ഉള്ളൂ ചേച്ചി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്തു പറ്റി ചേച്ചി? ചേച്ചി മൊത്തത്തില് മൂഡ് ഓഫ് ആണല്ലോ. ചേച്ചി മൂഡ് ഓഫ് കളാ. ഞാൻ ആകെ ത്രില്ലടിച്ച വന്നിരിക്കുന്ന. കൃഷ്ണേട്ടന്റെ രഹസ്യങ്ങൾ തപ്പാൻ ഡിറ്റക്റ്റീവ് ആരാധ്യയുടെയും ഡിറ്റക്റ്റീവ് അഖിലയുടെയും കൂടെ ഇനി ഈ SI ആതിരയുണ്ട്. നാളെ അഭിയേട്ടനും വരുന്നുണ്ട്. കൃഷ്ണേട്ടന്റെ ഇൻവെസ്റ്റിഗേഷനില് നമുക്ക് അഭിയേട്ടനെയും കൂട്ടാം. അഭിയേട്ടൻ നാളെ എന്തിനാ വരുന്നേ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.